ഇന്ന് നമുക്ക് പച്ചമാങ്ങ ഇട്ടിട്ട് ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു കഷ്ണം പച്ചമാങ്ങ ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 3 സവാള എടുത്തിട്ടുണ്ട്. 2 തക്കാളി തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മല്ലിയില, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 സ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഉള്ളിയും തക്കാളിയും ചെറുതായി മുറിച്ചെടുക്കാം. ഉള്ളിയും തക്കാളിയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കണം. അതിലേക്ക് എടുത്തു വെച്ച മല്ലിപ്പൊടി ഇടുന്നുണ്ട്, മുളക് പൊടി ഇടുന്നുണ്ട്, കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട്. ഇനി ഇത് ചതച്ചെടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, ഇതേപോലെ ചതച്ചെടുത്താൽ മതി. ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉള്ളിയിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി പരത്തി കൊടുക്കാം. ഇത് പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. ഇതിൽ എണ്ണയൊന്നും ചേർക്കണ്ട, ഇതേപോലെ വഴറ്റിയെടുക്കാം. ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറുവപ്പട്ടേൻ്റെ ഒരു ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രാമ്പു, ഒരു ഏലക്ക കുത്തിയിട്ടിരുന്നു, അത് ഞാൻ എടുത്തില്ല, എടുക്കാം. ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിന് വാടി വരട്ടെ, കുറച്ച് സമയം മൂടി വെക്കാം. ഉള്ളി വാടിയൊന്ന് നോക്കാം. ഉള്ളി നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് വെക്കാം. ഇതിലേക്ക് ആ മിക്സിയിലുള്ള വെള്ളവും ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം ചേർത്ത് വെക്കാം. ഇനി ഇതിലേക്ക് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുക. ഓരോരുത്തർ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം കുറച്ച് ഇടുന്നുണ്ട്, പുളി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് വെക്കാം. ഇനി ഇത് നന്നായി വേവിച്ചെടുക്കാം. ഇതിന് കുറേ പുളിയായ രസം ഉണ്ടാവില്ല, കുറച്ച് പുളിയെ പാടും. നല്ലോണം തിളച്ച് വരും. ചിക്കൻ എന്തായി നോക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പുളി നോക്കി നോക്കാം. പുളിയില്ല. ഈ മാങ്ങ ഫുള്ളായിട്ടിട്ട് വെക്കാം. ഇതധികം പുളിയില്ലാതെ മാങ്ങയാണ്. ഇനി ഇത് നന്നായി വെന്ത് വരട്ടെ, മൂടി വെക്കാം. ചിക്കൻ വെന്തോ നോക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള കറിവേപ്പില, കുറച്ച് മല്ലിയില ഇതും ചേർത്ത് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. ഇനി നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഓഫാക്കാം. ഇതിന് വലിയ പുളിയൊന്നുമില്ല, കുറച്ച് ഒരിളം പുളി മാത്രമേ ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.